എല്ലാരും എത്തിയാ? ഇനി ആരാ വരാനുള്ള? മോള് നേരെ ഇരുന്നേ, വാമി മോള് നേരെ ഇരുന്നേ. ജാനിക്കുട്ടി എത്തിയില്ലല്ലേ? ഇനി ജാനിക്കുട്ടി എത്തിയില്ല. നമ്മൾ ഇന്നലെ നമ്മൾ പഠിച്ച ടീച്ചർ ഇന്നലെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നെ എന്തുവാ? ഇതെന്തോന്നാണ്ട് ഈ ചാർട്ടിൽ കാണുന്നത്? എന്തോ ഈ കാണുന്നേ? ഉത്സവങ്ങൾ കണ്ട. ദക്ഷകര് നല്ല കയ്യടി കൊടുത്തേ, ഒരു നല്ല കയ്യടി. നമ്മള് ഉത്സവങ്ങളാണ് പഠിച്ചതല്ലേ? ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. ഈ പടത്തില് ആരൊക്കെയുണ്ട്? ആനയുണ്ട്. ഉറക്കെ പറഞ്ഞേ. ആനയുണ്ട്. പിന്നെ കുതിരയില്ലേ? കുതിരയുണ്ട്, രഥമുണ്ട്, പിന്നെന്തോ ഉണ്ട്? കൊട്ടുമേളം, ശിങ്കാരിമേളം ഉണ്ടല്ലേ? ശിങ്കാരിമേളം ഉണ്ട്. ഇത് ആരാ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നേ? ഒരു മുത്തശ്ശൻ. ആരാ ഇത്? ടീച്ചർ പറഞ്ഞു തന്നില്ലേ? രാമു രാധേ. അവര് ഉത്സവം കാണാൻ പോണോന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ അമ്മ എന്തോ പറഞ്ഞ്? ഇന്ന് അപ്പൂപ്പൻ വരുമ്പം നിങ്ങളെ കൊണ്ടുപോയി ഉത്സവം കാണിക്കുമെന്നു. നിങ്ങളെല്ലാവരും പോയോ ഉത്സവം കാണാൻ? ആരൊക്കെ പോയി ഉത്സവം കാണാൻ? ഉത്സവം കാണാൻ പോയവരൊന്ന് കൈ പൊക്കിക്കേ നോക്കട്ടെ. കണ്ട്. മൂന്ന് നോക്കി പറ. ഒന്ന് മേടിച്ചെന്ന്. പാവ മേടിച്ചെന്ന്. അമർനാഥിന് എന്തോ മേടിച്ചെന്ന്? ഊത്ത് മേടിച്ചെന്നോ? ബിസ്ക്കറ്റ് മേടിച്ചെന്ന്. ഉത്സവം. നമസ്കാരം ടീച്ചർ. നമസ്കാരം ഗോവ. കഴിഞ്ഞ 42 വർഷക്കാലം അധ്യാപന ജീവിതത്തിൽ വളരെയധികം മാതൃകാപരമായി സേവനമനുഷ്ഠിച്ച ഈ രംഗത്തുനിന്ന് വിരമിക്കുന്ന സുശീല ടീച്ചർക്ക് സാക്ഷി ടിവിയുടെ എല്ലാവിധ ആശംസകളും. താങ്ക് യു ഗോവ. ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് അധ്യാപകരാണ്. നല്ല ഒരു തലമുറയെ വാർത്തെടുത്തെങ്കിൽ മാത്രമേ നല്ലൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയൂ. ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിന് വളരെയധികം പ്രാധാന്യത്തോടെ ജീവിതം അർപ്പിച്ചിട്ടുള്ള ഗുരുനാഥന്മാർ. അപ്പോൾ ആ അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിക്കുന്ന ടീച്ചർക്കും ഉണ്ടാകും നിരവധി അനുഭവങ്ങൾ. അത്തരം അനുഭവങ്ങൾ സാക്ഷി ടി വിയുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. സത്യം പറഞ്ഞാൽ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അധ്യാപനം തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അതായത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിരവധി വീടുകളിൽ പോയി 1ാം ക്ലാസ്സിലും 2ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുകയും അതിനോടൊപ്പം സ്കൂളിൽ പോയി പഠിക്കുകയും ചെയ്തു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് ഇതേപോലെ ഇങ്ങനെ ഈ ഒരു അംഗൻവാടി മഹിളാ സമാജം രൂപീകരിച്ച് അതൊരു കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വന്നത്. ആ സമയത്ത് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ബികോമിന് അഡ്മിഷൻ കിട്ടിയിട്ടും അതിന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനും ഉൾപ്പെടുന്ന അച്ഛൻ അമ്മ അവർ പറഞ്ഞത് വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, 10 കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാം, ഇതാണ് ഏറ്റവും നല്ല ഒരു ജീവിത മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണുമുമ്പിൽ തന്നെ അന്നൊക്കെ ഇന്ന് കുട്ടികളെല്ലാം നമ്മൾ വിദേശങ്ങളിലെല്ലാം പറഞ്ഞയച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിലും അന്നെന്ന് പറയുന്നത് എത്രയും രക്ഷകർത്താക്കളുടെ കൺമുമ്പിൽ തന്നെ മക്കൾ വളരുന്നു, അതാണ് അവർക്ക് ഇഷ്ടം എന്ന് പറയുന്നത്. അതും പ്രകാരം എൻ്റെ അമ്മൂമ്മ 3 സെൻറ്റ് വസ്തു ഫ്രീ ആയിട്ടും 2 സെൻറ്റ് വിലയ്ക്കും കൊടുത്താണ് ഈ ഒരു സ്ഥാപനം ഇവിടെ വരുന്നത്. അന്ന് തൊട്ട്, അതായത് 1979 കാലഘട്ടത്തിൽ ഇതിങ്ങനെ തുടങ്ങിയെങ്കിൽ പോലും 81-ലാണ് ഈ ഒരു ബാലവാടി, അതായത് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രമായിട്ട് മാറുന്നതും. അന്ന് എനിക്ക് കേവലം 20 വയസ്സിനോട് അടുത്ത് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാനിവിടെ കയറി അന്ന് തുടങ്ങി ഇന്ന് അവസാനിക്കുന്നതിനകം വെച്ച് നിരവധി മാറ്റങ്ങൾ നമ്മളെ കുട്ടികളിലെ പ്രീ സ്കൂൾ, അതായത് അനൗപചാരിക വിദ്യാഭ്യാസം സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കുട്ടികൾ അമ്മയുടെ അടുത്ത് നിന്ന് മാറി ഒരു അധ്യാപന രംഗത്തേക്ക് വരുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ടതും കരുതൽ കൊടുക്കേണ്ടതുമായ കാര്യങ്ങളിൽ അന്നും ഇന്നുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അന്നെന്ന് പറയുന്നത് നമ്മളെ ചടയമംഗലം പഞ്ചായത്തിൽ 5ഓ 6ഓ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉള്ളൂ ഇങ്ങനെ നമ്മളെ ബാലവാടി അല്ലെങ്കിൽ പ്രീ സ്കൂൾ ഗുരുകുല വിദ്യാഭ്യാസം നടത്താവുന്ന സ്ഥാപനങ്ങൾ. മൊത്തം ചടയമംഗലം പഞ്ചായത്തിൽ 6 എണ്ണമാണുള്ളത്. അതിലൊന്നാണ് നമ്മുടെ ഈ കണ്ണകിയോട് ഈ ബാലവാടിയായിരുന്നു. ചടയമംഗലം ബ്ലോക്കിൽ 8 പഞ്ചായത്തിലും കൂടെ മൊത്തം 30 സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. അന്നെന്ന് പറയുമ്പോൾ അന്ന് കുട്ടികൾ വരുന്നത് നമ്മൾ ഈ പ്രദേശത്തൊന്നുമല്ല, കൊച്ചാലിമൂട്, ആനപ്പാറ, പെരുപുറം, നെട്ടേത്തറ, ഇങ്ങനെ മാടപ്പാറ,
ഇങ്ങനെ ഈ പള്ളി മേഖല, പ്രത്യേകിച്ചും പള്ളി മേഖലയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് 49, 50 വയസ്സൊക്കെ ആയി അവരുടെ മക്കളും വന്ന് പഠിച്ച ഒരു സ്ഥാപനമാണ്. അപ്പോൾ അന്നെന്ന് പറയുന്നത് നമ്മൾ ഇവരെ മണലിൽ എഴുതിപ്പിക്കുക, പിന്നെ അവർക്ക് നമുക്ക് ട്രെയിനിങ് തന്നതനുസരിച്ച് ഞാൻ 81 ഡിസംബറിൽ കയറുന്നു, ആ മാസം തന്നെ എന്നെ ട്രെയിനിങ്ങിന് വിടുന്നു. 3 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം 82 ഫെബ്രുവരിയിൽ തിരിച്ചു വരുന്നു. അപ്പോൾ അവിടുന്ന് പഠിച്ച കുറേ പാട്ടും കഥകളും അതിനുശേഷം നമ്മളെ അവരെ അക്ഷരം പഠിപ്പിക്കുക. ഇങ്ങനെയായിരുന്നു. അന്ന് ഈ കെട്ടിടം ഇല്ലായിരുന്നു, വെറും ഒരു ഓടിട്ട കെട്ടിടം. തറയിൽ കസേരയില്ല, തറയിൽ കുഞ്ഞുങ്ങൾക്ക് ഓരോ വട്ടം വരച്ചു കൊടുക്കും. 40 കുട്ടികളെ കൂടുതൽ ഇരുത്താൻ പാടില്ല. 50ഉം 60ഉം കുട്ടികൾ ഇരുന്ന് പഠിക്കുന്ന സമയം ആരെങ്കിലും ഒരു ഇൻസ്പെക്ഷൻ വന്നാൽ പകുതി പേരെ പുറയിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു അനുഭവമായിരുന്നു. ആ സ്ഥലത്ത് ഇന്ന് നിരവധി സ്ഥാപനങ്ങളായി, ചടയമംഗലം പഞ്ചായത്തിൽ മാത്രം 24 അംഗൻവാടികളായി, തൊട്ട് അടുത്തടുത്ത് കടയ്ക്ക പഞ്ചായത്തിലും കിരുതോണിയിലും ഒക്കെ അംഗൻവാടികളായപ്പോൾ കുട്ടികളുടെ കുറവ് പൊതുവേ ഉണ്ട്. എങ്കിൽ തന്നെ അവർക്ക് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതായത് ഇപ്പോൾ അമ്മയുടെ അടുക്കൽ നിന്നാണ് നമ്മൾ നേരെ ആ കുട്ടികളെ അംഗൻവാടിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ഒരമ്മ എങ്ങനെ കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നോ അതുപോലെ തന്നെയാണ് നമ്മൾ അവരെ കൈകാര്യം ചെയ്യുക. അവരെ കയ്യിൽ നിന്ന് കരഞ്ഞുകൊണ്ടായിരിക്കും നമ്മളെ കയ്യിലേക്ക് വരുന്നത്. അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് പിന്നെ ഇപ്പം അമ്മ ഇപ്പം വരും, പല കഥകളും വീടുമായിട്ടുള്ള കഥകളും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ നമ്മൾ കൊണ്ടുവരുവാണ്. അതിനുശേഷം ഇപ്പം എന്ന് പറയുന്നത് അതിനുശേഷം 1997 അത് അംഗൻവാടികളായി മാറ്റപ്പെട്ടു. അംഗൻവാടികളാകുമ്പോൾ ബ്ലോക്കിൻ്റെ കീഴിൽ നിന്നും അത് പഞ്ചായത്തിൻ്റെക്ക് എഴുതി കൊടുത്തു. കംപ്ലീറ്റ് പഞ്ചായത്തിൻ്റെ കീഴിലായി. അതിനു മുമ്പ് ബ്ലോക്കിലായിരുന്നു നമ്മൾ ശമ്പളം കിട്ടുന്നതും. ശമ്പളം എന്ന് പറയുന്നത് ഞാൻ കയറുന്ന സമയത്ത് 100 രൂപയാണ് എനിക്ക് ശമ്പളം ഉണ്ടായിരുന്നത്. അത് 175ആയി, 325ആയി, 2500ആയി. ഇപ്പോൾ അത് 13,000-ലെത്തി നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബാലവാടിയായിരുന്ന സമയത്ത് ബ്ലോക്കിൻ്റെ കീഴിലായിരുന്നു. ഇപ്പം പൂർണ്ണമായിട്ടും 1997 തൊട്ട് പഞ്ചായത്തിനിട്ട് വിട്ടുകൊടുക്കപ്പെട്ട സ്ഥാപനമായി. അന്ന് ബ്ലോക്ക് പറഞ്ഞത് ഞങ്ങൾ ഇത്രയും നാളും നിങ്ങളെ മക്കളെപ്പോലെ നോക്കി വർക്കർമാർ, അല്ലെങ്കിൽ അന്ന് വർക്കർമാരെന്നല്ല പറയുന്നത്, ടീച്ചറിന് വിളിക്കില്ല, വരുന്ന കുട്ടികൾ അവരവരുടെ യുക്തിക്കനുസരിച്ച്. അപ്പോൾ ഇവിടെ അമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്. എൻ്റെ സഹോദരൻ്റെ മക്കൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഗോകുല്, രാഹുൽ അവരൊക്കെ ഇന്ന് വലിയ പിള്ളേരായിപ്പോയി. അവർ പഠിക്കുന്ന സമയത്ത് എന്നെ അപ്പ എന്നാണ് വിളിക്കുന്നത്. ആ കാലഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കെല്ലാം ഞാൻ അപ്പയാണ്. ഇന്നും സുശീലേപ്പ എന്ന് വിളിക്കുന്ന നിരവധി കുട്ടികളുണ്ട്. സ്കൂളിൽ ചെന്നാലും എവിടെ ചെന്നാലും ടീച്ചറെ എന്ന് വിളിക്കും. ഇപ്പോഴും ഈ അടുത്ത സമയത്താണ് ഈ ടീച്ചറെ എന്നുള്ള വിളി വരുന്നത്. അതുവരെ അമ്മ, അമ്മുമ്മ, അപ്പ ഇങ്ങനെയൊക്കെ ആയിരുന്നു വിളിച്ചുകൊണ്ട് വന്നത്. ഇപ്പം ജൂൺ തൊട്ട് നമ്മളെ ഡിസംബർ അടുത്ത ജൂൺ വരെ ഒരു തീം തന്നെ ഉണ്ട് നമുക്ക് കുട്ടികൾക്ക് അവരുടെ സ്വഭാവ രൂപീകരണത്തിനും പൊതു കാര്യങ്ങൾ പഠിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട്. കുട്ടിയും കുടുംബവും എന്ന തീമിൽ തുടങ്ങി വീട്, പരിസരം, മഴ, കാലാവസ്ഥ, കൃഷി, നമ്മുടെ എൻ്റെ ഗ്രാമം, ഉത്സവങ്ങൾ, കളിപ്പാട്ടം, അങ്ങനെ 32 തീമും ആ 4 ഉപതീമും, അതായത് ഓണം, ക്രിസ്തുമസ്, പിന്നെ റംസാൻ, കൂടാതെ റിപ്പബ്ലിക് ദിനം, ആഗസ്റ്റ് 15, അങ്ങനെ ഉൾപ്പെടുന്ന 6 തീം ഉൾപ്പെടെ 38 തീമാണ് നമ്മുടെ ഒരു വർഷം കൊണ്ട് നമ്മളെ ഈ പഠിപ്പിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൈപ്പുസ്തകങ്ങളുണ്ട്. അതുപോലെ ഈ ഓരോ തീമനുസരിച്ച് പഠിക്കുമ്പോഴും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ടീച്ചിങ് എയ്ഡ്സ്, നമ്മളൊന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവരെ ആ സാധനം പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെയും കൂടെ സഹായത്തോടെ നമ്മൾ പല സാധനങ്ങൾ ഉണ്ടാക്കി അവർക്ക് അതിന് പഠിപ്പിക്കാൻ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഈ അംഗൻവാടിയായിട്ട് ബന്ധപ്പെട്ടിരുന്നത് കൊണ്ട് ആ പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു അടുപ്പം കൊണ്ടുമാണ് 2005 കാലഘട്ടത്തിൽ എനിക്ക് മെമ്പർ ആവാൻ സാധിച്ചു. അതിലൂടെ എൻ്റെ പൊതുജനങ്ങൾക്ക് 42ഓളം പേർക്ക് ഭവന നിർമ്മാണത്തിന് കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ കുടിവെള്ളമില്ലാതെ വളരെയധികം വിഷമിച്ചിരുന്ന പള്ളി മേഖല കയറിയ ആദ്യ ദിനങ്ങളിൽ തന്നെ 6 മാസത്തിനകം മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കുവാൻ വളരെ എളുപ്പമാണെന്നാണ് അധ്യാപക രംഗത്തുള്ളവർ പറയുന്നത്. എന്നാൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അവരെ നയത്തിൽ അംഗൻവാടിയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ സാഹസികമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ അംഗൻവാടിയിലേക്ക് ആകർഷിപ്പിക്കുവാൻ എന്ത് തന്ത്രമാണ് അംഗൻവാടി ടീച്ചർമാർ പ്രയോഗിക്കുന്നത്? അത് ആദ്യമേ തന്നെ ഒരു കുട്ടി 3 വയസ്സാവാറാകുമ്പോഴേ നമ്മൾ അവരുടെ ഭവനം സന്ദർശിക്കും. ഭവനം സന്ദർശിച്ച് അവരുമായിട്ടൊരു സൗഹൃദം പുലർത്തും. ആ കുട്ടി നമ്മളെ മനസ്സിലാക്കും. അപ്പോൾ ഇതൊരു നിരന്തരം നമ്മൾ അവിടെ ചെല്ലുകയും പൂക്കൾ അത് ഇതൊക്കെ ഉണ്ടാക്കുകയും അവർക്ക് കൊണ്ട് കൊടുക്കുകയും ഇനിയിപ്പോൾ സ്കൂളിൽ വരാറായി, അപ്പോൾ അംഗൻവാടിയിലോട്ട് വരും. അപ്പോൾ ടീച്ചർ അവിടെ വരുമ്പോൾ ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയും ഇവിടെ വന്നു കഴിയുമ്പോൾ അവരെ സന്തോഷമായിട്ട് നമ്മൾ സ്വീകരിച്ചിരുത്തിയിട്ട് ഈ പറയുന്നത് പോലെ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട്, പാട്ടാണോ കളിയാണോ, അതല്ലെങ്കിൽ അവർക്ക് ചിലർ മിക്കവാറും കുരുത്തക്കേട് കാണിക്കുന്നവരൊക്കെ അവർക്ക് കളിപ്പാട്ടങ്ങൾ, അല്ലെങ്കിൽ വരച്ച് കുറിക്കാൻ പേന, അവരവിടെ ഇവിടെ എല്ലാം വരച്ച് വയ്ക്കും. പറയും, നമ്മൾ വഴക്ക് പറയില്ല.
അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അതിലൂടെ അവർ ഒന്ന് മെരുങ്ങി വരുന്നതിന് ശേഷം മാത്രമേ അത് ഇന്നതിനാണ് അവരെ ആ ചിട്ടയിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. അതുവരെ അവരുടെ ഇഷ്ടം എന്താണെന്നനുസരിച്ച് അതിനൊത്ത് നമ്മൾ നിന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ കരയുവാണെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. എടുത്തുകൊണ്ട് നടന്ന് കൊണ്ടു നടന്ന എല്ലാ കാര്യങ്ങളും ആദ്യത്തെ കുറേ ദിവസങ്ങൾ അവർക്ക് ഭക്ഷണം നമ്മൾ വാരി കൊടുക്കണം, കഞ്ഞി കോരി കൊടുക്കണം. എല്ലാ കറികളും അവർ കഴിക്കത്തില്ല. ഇപ്പോൾ തന്നെ ആഴ്ച 2 ദിവസം അവർക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും പറയും, അയ്യോ അവർ വീട്ടിൽ കറിയൊന്നും കഴിക്കത്തില്ല ടീച്ചറെ എന്ന് പറയും. പക്ഷേ ഇവിടെ വന്ന ആദ്യത്തെ ദിവസം കറി കൊടുക്കുമ്പോൾ അയ്യോ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് അവർ കരയും. അപ്പോൾ പറയും, മക്കളെ ഇത് കഴിച്ചില്ലെങ്കിൽ ടീച്ചറിൻ്റെ സാറ് വഴക്ക് പറയും എന്ന് പറയുമ്പോഴാണ് അവരത് കഴിക്കുന്നത്. കഴിച്ചു തുടങ്ങി ഇപ്പോൾ നമ്മളെ കുട്ടികൾ ചിക്കനായാലും മീനായാലും എന്ത് കൊടുത്താലും അവർ കഴിക്കും. ആ രീതിയിൽ അവരുടെ ഇഷ്ടം മനസ്സിലായിക്കൊണ്ട് അവർക്കൊപ്പം നമ്മൾ നിൽക്കും. അവരിൽ ഒരാളായിട്ട് നമ്മൾ മാറുക. എങ്കിൽ യാതൊരു കാരണവശാലും അവർ അംഗൻവാടിയിൽ വരാൻ മടി കാണിക്കത്തില്ല. മിക്ക കുട്ടികളും വന്നാൽ ചിലപ്പം തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കരച്ചിൽ. വരുന്നതിന് അവർക്ക് യാതൊരു പ്രയാസവും ഇല്ല. ഇപ്പോൾ തന്നെ എൻ്റെ മോൻ തന്നെ 3 വയസ്സേ ആയോ. അതിന് മുമ്പേ അവ ഇവിടെ ഇപ്പം തന്നെ 2.5 വയസ്സായവരെ കൊണ്ടുവരട്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷെ നമുക്കിപ്പോൾ അതിന് നിയമം ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുവരുന്നില്ല. ധാരാളം ശിഷ്യ സമ്പത്തുള്ള ടീച്ചർ ഈ പെൻഷൻ കഴിഞ്ഞാൽ പൊതുരംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സേവനം അനുഷ്ഠിക്കാൻ സന്നദ്ധയാകുമോ? തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ രക്തത്തെ അലിഞ്ഞു ചേർന്ന ഒന്നാണ് ഈ പൊതുസേവനം, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള. എന്ത് ആവശ്യം ആര് പറഞ്ഞാലും ഞാൻ അവരോടൊപ്പം തന്നെ നിൽക്കുകയും പൊതുരംഗത്തെന്ന് പറയുന്നത് ഇപ്പം പൊതുരംഗത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മെമ്പറോ അങ്ങനെയുള്ള ഇതിനേക്കാൾ ഉപരി അവരുടെ ഓരോ വ്യക്തിക്കും ആവശ്യം അവരുടെ എൻ്റെ സഹായം എന്താണോ അവർക്ക് ആവശ്യം അത് മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുന്നതിനും എല്ലാം എനിക്ക് താല്പര്യമുള്ള കാര്യം തന്നെയാണ്. പിന്നെ വീട്ടിൽ ചില ഇപ്പോൾ സ്വല്പ സമയക്കുറവുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ പൂർണ്ണമായിട്ടും എനിക്കത് ഒരിക്കലും ഞാൻ വീട്ടിൽ അങ്ങനെ ഇരുന്ന് പോകില്ല. പൊതുരംഗത്ത് തന്നെ ഉണ്ടാവും. എല്ലാവർക്കും ഒപ്പം പ്രവർത്തിച്ച് തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ പെൻഷൻ ആവുന്നൊരു തോന്നൽ എനിക്ക് വരുന്നില്ല. ശിഷ്ട ജീവിതകാലം ആരോഗ്യവതിയായി ജനസേവന രംഗത്തും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ രംഗങ്ങളിലും സജീവമായി ഉണ്ടാകട്ടെ എന്ന് സാക്ഷിക്ക് വേണ്ടി ആശംസിക്കുന്നു. ഒരുപാട് നന്ദി.